ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം മഹിമപ്പെടുമാറാകട്ടെ. ആലപ്പുഴ പത്തനംതിട്ട സെക്ഷൻ ഒരുക്കിയിരിക്കുന്ന ശാബ സ്കൂൾ പാഠപഠനത്തിലേക്ക് എല്ലാവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ഈ ക്വാർട്ടറിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന പാഠങ്ങൾ സങ്കീർത്തനങ്ങളെ ആധാരമാക്കിയാണ്. നമ്മുടെ ദൈവത്തിന്റെ വചനത്തിന്റെ ക്രമീകരണത്തില് ഒത്ത നടുവിലായി അനേക പാട്ടുകൾ ഒരുക്കിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. സങ്കീർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ നല്ല പാട്ടുകൾ എന്നാണ് അതിന്റെ അർത്ഥം. അതിൽ നാം അനേക കാര്യങ്ങൾ ഈ ക്വാർട്ടറിൽ പഠിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ 2 ആഴ്ചയായി എങ്ങനെ സങ്കീർത്തന പുസ്തകത്തെ വായിച്ച് മനസ്സിലാക്കാമെന്നും അതുപോലെ നമുക്ക് പ്രാർത്ഥിക്കുവാൻ നമ്മുടെ പ്രാർത്ഥനയെ ക്രമീകരിക്കുന്ന രീതികൾ ഒക്കെ നാം പഠിച്ചു കഴിഞ്ഞു. എന്നാൽ ഇന്ന് നാം പഠിക്കുവാൻ പോകുന്ന ഭാഗം സങ്കീർത്തനങ്ങളെ ആധാരമാക്കി പഠിക്കുമ്പോൾ ദൈവം വാഴുന്നു എന്ന തലക്കെട്ടോടു കൂടിയ പാഠമാണ്. ആ ദൈവം വാഴുന്നു എന്ന് പറയുമ്പോൾ അവിടുത്തെ സർവാധിപത്യത്തെയും അവിടുത്തെ രാജാധിപത്യത്തെയും അവിടുത്തെ സൃഷ്ടിയോടുള്ള കടമകളെയും അവിടുത്തെ സ്നേഹത്തെയും എല്ലാം പ്രതിപാദിക്കുന്ന സങ്കീർത്തന ഭാഗങ്ങളെ നാം ഇന്ന് പഠിക്കുകയാണ്. ആ പഠനത്തിനു മുമ്പ് നമ്മുടെ തലകളെ വണക്കി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തില് ദൈവത്തിന്റെ വചനങ്ങളെ ശോധന ചെയ്യുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ അടിയങ്ങളെ സഹായിക്കണമേ. മറഞ്ഞിരിക്കുന്നതായ അനവധി സത്യങ്ങള് അടിയങ്ങളുടെ ഹൃദയങ്ങളില് കർത്താവെ രൂഢമൂലമാകുവാനും അതിൻ പ്രകാരം ജീവിക്കുവാനും കർത്താവ് അടിയങ്ങളെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ പാഠപഠനത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണം. ഞങ്ങൾക്ക് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുവാൻ പരിശുദ്ധാത്മാവ് നയിക്കുമാറാകണമെന്ന് യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ നല്ല പിതാവേ, ആമേൻ. ദൈവം വാഴുന്നു എന്ന തലക്കെട്ടോടുകൂടിയ പാഠത്തിൽ നമുക്ക് അനേക കാര്യങ്ങളെ കുറിച്ച് പഠിക്കുവാനുണ്ട്. ഇന്നത്തെ മനപ്പാഠവാക്യമായിട്ട് നൽകപ്പെട്ടിരിക്കുന്നത് സങ്കീർത്തനങ്ങള് 93-ന്റെ 1-ാം വാക്യമാണ്. സങ്കീർത്തനങ്ങള് 93-ന്റെ 1-ാം വാക്യത്തില് യഹോവ വാഴുന്നു, അവൻ മഹിമ ധരിച്ചിരിക്കുന്നു, യഹോവ ബലം ധരിച്ച് അരയ്ക്ക് കെട്ടിയിരിക്കുന്നു, ഭൂലോകവും ഇളകാതെ ഉറച്ചു നിൽക്കുന്നു എന്ന ആ വചനമാണ് നമുക്ക് ധ്യാനിക്കുവാൻ തക്കവണ്ണം മനപ്പാഠമായിട്ട് തന്നിരിക്കുന്നത്. ഈ ഭാഗത്ത് ദൈവത്തിന്റെ സർവാധിപത്യത്തെയും നമ്മുടെ വിശ്വാസത്തിന്റെ ക്രമീകരണത്തെയും ഊട്ടി ഉറപ്പിക്കുവാൻ തക്കവണ്ണം ഈ സങ്കീർത്തനങ്ങൾ നമ്മളെ സഹായിക്കും. ദൈവം സകലത്തെയും സൃഷ്ടിച്ചവനാണെന്നും അവൻ സൃഷ്ടിയോടെ സ്നേഹമുള്ള ദൈവമാണെന്നും ഈ ആഴ്ച നാം പഠിക്കാൻ പോവുകയാണ്. അത് മാത്രമല്ല, ദൈവം ന്യായാധിപതിയാണ്, സർവത്തെയും നീതിയോടെ ഭരിക്കുന്ന ഒരു ന്യായാധിപതിയാണ് എന്ന് നാം ഈ ആഴ്ചയിൽ പഠിക്കാൻ പോവുകയാണ്. മാത്രമല്ല, ആ നീതിയോടെ ഭരിക്കുന്ന ദൈവത്തിന് ന്യായവിധി നടത്തുവാൻ തക്കവണ്ണമുള്ള അധികാരവുമുണ്ട് എന്നും പഠിക്കുന്നു. കൂടാതെ ദൈവവും മനുഷ്യനുമായിട്ട് ആ ഉടമ്പടി ബന്ധത്തില് ദൈവം നമ്മെ ചേർത്ത് നിർത്തിയിരിക്കുന്നതായിട്ട് നാം ഈ ആഴ്ചയിൽ പഠിക്കും. 5-ാമതായിട്ട് നാം പ്രധാനമായി പഠിക്കുവാൻ പോകുന്നത് ദൈവത്തിന്റെ സാക്ഷ്യങ്ങള്, നാമുമായിട്ടുള്ള കർത്താവിന്റെ സ്നേഹത്തെ, നമ്മുടെ വിശ്വാസത്തെ ഊട്ടി ഉറപ്പിക്കുവാൻ തക്കവണ്ണം, ആ സാക്ഷ്യങ്ങളിൽ നാം നിലനിൽക്കുവാൻ തക്കവണ്ണം തന്നതാണെന്നും നാം പഠിക്കുമ്പോൾ ഈ യഹോവ വാഴുന്നു എന്ന ആ തലക്കെട്ട് എത്ര അർത്ഥവത്തായി നമ്മുടെ ഹൃദയങ്ങളിൽ ഗ്രഹിച്ചുകൊണ്ട് ഈ ആഴ്ചയിലെ പാഠപഠനം നമ്മുടെ ജീവിതത്തിൽ ഉടനീളം, വിശ്വാസ ജീവിതത്തില് ഒരു പടി കൂടി കർത്താവിനോട് അടുത്ത് ജീവിക്കുവാൻ നമ്മെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നമ്മുടെ പാഠത്തിലേക്ക് പ്രവേശിക്കാം. നാം ദൈവത്തിന്റെ സർവാധികാരത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഒരു ജനതയെ ആ ദൈവം വീണ്ടെടുത്തു എന്ന് വേദപുസ്തകം സാക്ഷിക്കുകയാണ്. പുരാതന ഇസ്രായേലിനെ മിസ്രൈമിന്റെ അടിമത്തത്തിൽ നിന്ന് വീണ്ടെടുത്ത ദൈവത്തിന്റെ ഉദ്ദേശം ഈ ദൈവത്തെക്കുറിച്ച് സകല ലോകത്തും അവരൊരു സാക്ഷ്യമായി തീരുക എന്നുള്ളതായിരുന്നു. ആ ഉദ്ദേശത്തോടു കൂടിയാണ് ദൈവം തന്റെ ജനമായി അവരെ വീണ്ടെടുത്തതെന്ന് വേദപുസ്തകം സാക്ഷിക്കുമ്പോൾ ആ സാക്ഷ്യങ്ങള്, ഇസ്രായേലിനോടുള്ള ആ ഉടമ്പടി ബന്ധങ്ങള്, അവരെ നേടുന്നതിൽ ദൈവത്തിന്റെ വലിയ പങ്ക്, അതെല്ലാം ദൈവം തന്റെ വചനത്തിലൂടെ ഈ കാലങ്ങളിലായിരിക്കുന്ന നമുക്ക് വളരെ വ്യക്തമാക്കി തരുമ്പോൾ നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ വിലയേറിയ വചനങ്ങളാൽ വീഴ്ച ഭവിക്കാതെ ഇരിപ്പാൻ
ദൈവത്തോട് ചേർന്ന് നടപ്പാൻ, അവിടുത്തെ സാക്ഷ്യങ്ങളിലായിരിക്കാൻ, അവിടുത്തെ മഹിമയ്ക്ക് സാക്ഷികളായിരിക്കാൻ ഒക്കെ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നാം ഈ പാഠങ്ങൾ പഠിക്കുവാൻ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ സഹായിക്കട്ടെ. ഞായറാഴ്ചത്തെ പാഠത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ സങ്കീർത്തനം പുസ്തകത്തിലെ 8-ാമത്തെ സങ്കീർത്തനം, 100-ാമത്തെ സങ്കീർത്തനം, ഈ 2 സങ്കീർത്തനങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ടാണ് ദൈവം നമ്മെ ഉളവാക്കി, അല്ലെങ്കിൽ ദൈവം നമ്മുടെ സൃഷ്ടിതാവാണ്, സൃഷ്ടിതാവായ ദൈവത്തെക്കുറിച്ച് നാം മനസ്സിലാക്കുവാൻ സങ്കീർത്തനക്കാരൻ നമ്മെ ആഹ്വാനം ചെയ്യുന്നത്. 8-ാം സങ്കീർത്തനത്തിൽ 9 വാക്യങ്ങളാണ് നൽകിയിരിക്കുന്നത്. അതിൽ 1-ാം വാക്യവും 9-ാം വാക്യവും വളരെ പ്രാധാന്യമേറിയതാണ്. 1-ാം വാക്യം പറയുന്നത്, ഞങ്ങളുടെ കർത്താവായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു, നീ ആകാശത്തിൽ നിന്റെ തേജസ് വച്ചിരിക്കുന്നു. 9-ാം വാക്യം അതേപോലെ തന്നെ പറയുകയാണ്, ഞങ്ങളുടെ കർത്താവായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. ദൈവത്തിന്റെ നാമം ഭൂമിയിലൊക്കെയും ശ്രേഷ്ഠമാക്കി തീർത്തിരിക്കുന്നത് അവിടുന്ന് സൃഷ്ടിതാവായതുകൊണ്ടാണ്. സകലത്തെയും ഉളവാക്കിയവൻ സൃഷ്ടിതാവായ ദൈവം. അതുകൊണ്ടാണ് അവിടുത്തെ നാമം ഭൂമിയിലൊക്കെയും സർവ്വലോകത്തിലും ശ്രേഷ്ഠതയേറിയതായി തീർന്നിരിക്കുന്നത്. അവിടുത്തെ ഉന്നത അധികാരത്തെയാണ് ഈ സൃഷ്ടിപ്പ് എന്ന പ്രവർത്തനത്തിലൂടെ ദൈവത്തിന്റെ ഉന്നത അധികാരത്തെ ഉയർത്തി കാണിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കി തരികയാണ്. അത് മാത്രമല്ല, അവിടുത്തെ ആ സൃഷ്ടിപ്പില് സകല ലോകത്തെയും സൃഷ്ടിക്കുമ്പോൾ, മനുഷ്യരാശിയെ സൃഷ്ടിക്കുമ്പോൾ, ജീവനുള്ള സകലത്തെയും സൃഷ്ടിക്കുമ്പോൾ ദൈവത്തിന്റെ മഹിമ എത്ര വലിയതാണെന്ന് അവയൊക്കെയും അവയുടെ പ്രവർത്തികളിലൂടെ വിളിച്ചറിയിക്കുന്ന ഒരനുഭവമുണ്ട്. 19-ാം സങ്കീർത്തനത്തില് നാം അത് വായിക്കുകയാണ്. എന്താണ്? ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശത്തിൽ നാം നോക്കുമ്പോൾ ജീവനുള്ളതായിട്ടൊന്നുമില്ല. എന്നാൽ ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്ന സൂര്യന്റെ ഉദയം മുതൽ അസ്തമനം വരെയുള്ള പ്രയാണം, നക്ഷത്രങ്ങളുടെ ക്രമീകരണങ്ങള്, ചന്ദ്രന്റെ ക്രമീകരണം, ഇതെല്ലാം തന്നെ ആകാശത്തിൽ ദൈവത്തിന്റെ മഹിമയെ വിളിച്ചറിയിക്കുന്നതാണെന്ന് കവി ഭാഷയില് ഈ സങ്കീർത്തനം 19 നാം മനസ്സിലാക്കുമ്പോൾ അവിടുത്തെ സാക്ഷ്യങ്ങള്, അവിടുന്ന് തന്നിരിക്കുന്ന ഓരോ കാര്യങ്ങള് എത്ര നിശ്ചയത്തോടെയാണ് ചെയ്തിരിക്കുന്നത് ഈ സൃഷ്ടിതാവായ ദൈവമെന്ന് നമുക്ക് വെളിപ്പെടുത്തി തരികയാണ് ചെയ്യുന്നത്. വീണ്ടും നാം വായിക്കുമ്പോൾ കർത്താവിന്റെ ആ സ്നേഹമാണ് സൃഷ്ടിപ്പിലൂടെ നാം മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് മനുഷ്യരാശിയുടെ സൃഷ്ടിപ്പ്, സകലത്തെയും ഉളവാക്കുവാൻ അവിടുത്തെ ശബ്ദത്താൽ ഇടയായെങ്കിലും അവിടുത്തെ കരങ്ങൾ കൊണ്ട് നമ്മെ മെനഞ്ഞവനാണ്, നമ്മെ സൃഷ്ടിച്ചവനാണ് എന്ന് പറയുമ്പോൾ നമ്മോടുള്ള അവിടുത്തെ സ്നേഹത്തിന്റെ ആഴം എത്ര വിലയേറിയതാണ്. അതുകൊണ്ടാണ് നമ്മെ വീണ്ടെടുക്കുവാൻ സ്വന്തം പുത്രനെ ആദരിക്കാതെ അവിടുന്ന് ഈ ലോകത്തെ സ്നേഹിച്ചതെന്ന് യോഹന്നാന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നത്. അതുകൊണ്ട് നാം അവിടുത്തെ ജനമാണ്, അവിടുന്ന് മേയിക്കുന്ന ആടുകളാണെന്ന് 100-ാം സങ്കീർത്തനത്തിൽ പറയുകയാണ്. അവിടുത്തെ കൈക്കീഴിലുള്ള ആടുകളെന്ന് പറയുമ്പോൾ അവയ്ക്ക് പലപ്പോഴും അവ പോകുന്ന വഴിയിലേക്ക് പോകും, എന്നാൽ അവയെ അടിച്ചു വിടുന്നിടത്തോട്ട് മാറുന്ന ഒരനുഭവമാണ് ആടുകളെ കുറിച്ച് നാം പഠിക്കുമ്പോൾ കാണുന്നത്. നല്ലൊരു ഇടയനെ അനുഗമിക്കുന്നത് പോലെ ആടുകൾ യഥാർത്ഥ ദൈവത്തെ അനുഗമിക്കുമ്പോൾ അവയ്ക്ക് ആപത്തും പ്രയാസവും കൂടാതെ മുന്നോട്ട് പോകുവാൻ കഴിയുമെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ അറിയിക്കുകയാണ്. അതുകൊണ്ട് നാം അവിടുത്തെ കരവേലയാണ്, നാം അവിടുത്തെ കൈക്കീഴിലുള്ള ആടുകളാണ്. നമ്മെ മേയിക്കുന്ന ഒരു രക്ഷകർത്താവ് നമുക്കുണ്ടെന്ന്, നമുക്കൊരു സൃഷ്ടിതാവുണ്ടെന്ന് അറിയുമ്പോൾ അവിടുത്തോടുള്ള നമ്മുടെ സ്നേഹവും അവിടുന്ന് നമ്മെ സ്നേഹിക്കുന്ന വിധവും മനസ്സിലാക്കുവാൻ ഈ സങ്കീർത്തനം നമ്മെ സഹായിക്കുന്നു. അതുമാത്രമല്ല, ദൈവമാണ് നമ്മെ വർദ്ധിപ്പിക്കുന്നത്, നമ്മെ അനുഗ്രഹിക്കുന്നവനും നമ്മുടെ ദൈവം തന്നെയാണ്. അവിടുത്തെ ശക്തി, അവിടുത്തെ ബലം, അവിടുത്തെ പ്രവൃത്തി എത്ര മഹത്വമുള്ളതാണെന്ന് ആഴമായിട്ട് നാം മനസ്സിലാക്കുമ്പോഴേ അവിടുത്തെ പാതയിൽ നമുക്ക് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ സഞ്ചരിക്കുവാൻ തക്കവണ്ണം കഴിയുള്ളൂ. അതുകൊണ്ട് ദൈവത്തിന്റെ മഹത്വം സൃഷ്ടിപ്പിന്റെ വീഴ്ചയോടുകൂടി ഈ സംഭവിച്ചു എന്ന് പലരും മനസ്സിലാക്കുന്നുവെങ്കിലും ദൈവത്തിന്റെ മഹത്വത്തിന് ഒരു കുറവും വന്നിട്ടില്ല. അതുകൊണ്ട് ദൈവം നമ്മുടെ സൃഷ്ടിതാവായതുകൊണ്ടാണ് ദൈവത്തിന് മാത്രമാണ് ആരാധനയെന്ന് ഈ സങ്കീർത്തനങ്ങളിൽ നമ്മെ പ്രബോധിപ്പിക്കുന്നത്.
115 സങ്കീർത്തനത്തിലൊക്കെയും നമ്മെ പ്രബോധിപ്പിക്കുന്നത് ആരാധനയ്ക്ക് യോഗ്യൻ ദൈവം മാത്രമാണ്. വിഗ്രഹങ്ങളോടെ അവിടുന്ന് ഒരു പൊരുത്തവുമില്ല. കാരണം വിഗ്രഹങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യന്റെ സങ്കല്പ സൃഷ്ടികളാണ്. അവയ്ക്ക് കണ്ണുണ്ട്, കൈയുണ്ട്, കാലുണ്ട്, ചെവിയുണ്ട്, മൂക്കുണ്ട്. പക്ഷെ അവ സ്പർശിക്കുന്നില്ല, മണക്കുന്നില്ല, നടക്കുന്നില്ല, പ്രവർത്തിക്കുന്നില്ല. അവയെ ആരാണോ ഉണ്ടാക്കിയത് അവയെ പോലെയാണ് എന്ന് സങ്കീർത്തനങ്ങൾ പറയുമ്പം ദൈവം നമ്മെ ഉണ്ടാക്കിയത് കൊണ്ട് നമുക്ക് വേണ്ടത് എന്താണെന്ന് അവിടുന്ന് അറിയുന്നു. അവിടുന്ന് നമ്മെ പരിപാലിക്കുന്നവനാണ് എന്ന് നമ്മുടെ ദൈവത്തിന്റെ പ്രവർത്തികളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ വളരെ വ്യക്തമാക്കി തരികയാണ് ഈ സങ്കീർത്തനങ്ങളുടെ ഉദ്ദേശമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ആഴ്ചയില് ദൈവം നമ്മെ എത്രമാത്രം സ്നേഹിക്കുന്നു. നക്ഷത്രങ്ങളെ പോലും പേര് ചൊല്ലി വിളിക്കുന്ന ദൈവമാണ്. ആ നക്ഷത്രങ്ങളെ പേര് ചൊല്ലി വിളിക്കുന്ന ദൈവം നമ്മോട് പറയുന്ന എന്താണ്? നിന്നെ ഞാൻ ഓമന പേരിലാണ് വിളിക്കുന്നതെന്ന്. നമ്മയൊക്കെയും പേര് ചൊല്ലി നമ്മെ ഓമന പേരോടുകൂടി നമ്മെ സ്നേഹിക്കുന്ന ദൈവം വിളിക്കുമ്പോൾ നമ്മുടെ സൃഷ്ടിതാവിന്റെ നമ്മോടുള്ള കരുണ എത്ര വിലയേറിയതാണെന്ന് ഈ സങ്കീർത്തനങ്ങൾ നമ്മെ ബോധിപ്പിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് മാറിപ്പോകാതിരിക്കാൻ തക്കവണ്ണം എപ്പോഴും അവിടുത്തോടടുത്ത് ജീവിക്കുവാൻ തരുന്ന ഒരു വലിയ പ്രത്യാശയാണ്. അവിടുന്ന് തന്നെയാണ് നമ്മുടെ സൃഷ്ടിതാവെന്ന് അറിയുന്നത്. തിങ്കളാഴ്ചത്തെ പാഠത്തിലേക്ക് നാം പോകുമ്പോൾ യഹോവ വാഴുന്നു എന്ന തലക്കെട്ട്, മെയിൻ തലക്കെട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അത് എന്താണ്? യഹോവ വാഴുന്നു എന്ന് നാം മനസ്സിലാക്കുമ്പോൾ ദൈവത്തോട് അടുത്ത ബന്ധത്തില്, ദൈവം നമ്മോട് അടുത്തിരിക്കുന്ന ബന്ധത്തിന്റെ ആ സത്യം, അല്ലെങ്കിൽ അവിടുത്തെ സർവാധികാരം, നമ്മോടുള്ള അവിടുത്തെ ഉത്തരവാദിത്വം എല്ലാം നമുക്ക് മനസ്സിലാക്കി തരികയാണ്. അവിടുന്ന് ഭരണാധികാരി എന്ന് നമ്മെ ബോധിപ്പിക്കുകയാണ്. അതുകൊണ്ട് ആ ഭരണാധികാരിയോടെ നമുക്ക് ഭയഭക്തി ബഹുമാനങ്ങളോട് കൂടി അവിടുത്തെ മഹത്വത്തെ ഘോഷിക്കുവാൻ തക്കവണ്ണം നാം ആയിരിക്കേണ്ടുന്ന ആവശ്യകതയാണ് ഇവിടെ നാം മനസ്സിലാക്കുന്നത്. ബഹുമാനം, തേജസ്, മഹത്വം, ബലം എല്ലാത്തിനും ഉടമ നമ്മുടെ കർത്താവ് മാത്രമാണ്, നമ്മുടെ ദൈവം മാത്രമാണ്. മേഘം, അന്ധകാരം അവിടുത്തെ ചുറ്റിയിരിക്കുന്നു എന്ന് സങ്കീർത്തനങ്ങളിൽ ഘോഷിക്കുന്നുണ്ട്. വസ്ത്രം ചുറ്റിയിരിക്കുന്നത് പോലെ പ്രകാശത്തെ ധരിച്ചിരിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഇതൊക്കെ ഓരോ സാദൃശ്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. ദൈവം പ്രകാശത്തെ വസ്ത്രം പോലെ ധരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവം അടുത്തുകൂടാത്ത പ്രകാശത്തിലാണ് വസിക്കുന്നതെന്ന് പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമാക്കി തന്നിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് ദൈവത്തെ നമുക്ക് കാണുവാൻ കഴിയുകയില്ല. കാരണം അവിടുന്ന് അടുത്തുകൂടാത്ത വെളിച്ചത്തില് വസിക്കുന്നവനാണ്. അപ്പൊ ഇതൊക്കെ നമ്മെ മനസ്സിലാക്കി തരുന്നത് ഈ ദൈവത്തെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമുക്ക് കാണുവാൻ കഴിയത്തില്ല. അത്ര മഹിമ ധരിച്ചിരിക്കുന്നവനാണ് ഈ ദൈവം. സർവത്തിന്റെയും ഭരണാധികാരിയായിരിക്കുന്ന യഹോവ എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് ഈ സങ്കീർത്തനങ്ങൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. 97-ാം സങ്കീർത്തനത്തില് യഹോവയുടെ വാഴ്ചയുടെ സവിശേഷതകളെ കുറിച്ച് പ്രസ്താവിക്കുന്നുണ്ട്. അവിടുത്തെ രാജാധിപത്യത്തെ കുറിച്ച് പ്രസ്താവിക്കുന്നുണ്ട്. അപ്പം ഓരോ സൃഷ്ടികളും ദൈവത്തിന്റെ രക്ഷയും അവിടുത്തെ ന്യായവിധിയും അവിടുത്തെ ഭരണാധികാരത്വവും അംഗീകരിക്കുമ്പോൾ ദൈവത്തിന് തക്ക മഹത്വം കൊടുക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമാകും. അവിടുത്തെ പ്രവർത്തികള് സകല ലോകത്തിലും പ്രകടമാക്കിയിരിക്കുകയാണ്. എന്നാൽ ഈ പ്രവർത്തികളെ തുച്ഛീകരിക്കുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. അങ്ങനെയുള്ള ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവർത്തികളെ തിരിച്ചറിയുവാൻ, അവിടുത്തെ മഹത്വത്തെക്കുറിച്ച് നമ്മുടെ ജീവിതത്തിലൂടെ മഹത്വപ്പെടുത്തുവാൻ അനേക സാക്ഷ്യങ്ങള് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ നമ്മെ ബോധിപ്പിക്കുകയാണ്. കാരണം അവിടുത്തെ ന്യായവിധി, ന്യായകർത്താവെന്ന നിലയിലും എല്ലാം അവിടുത്തെ അധികാരത്തെ നമുക്ക് വെളിപ്പെടുത്തി സ്തുതിയും ആരാധനയും കൊടുക്കുന്നതായ സങ്കീർത്തനങ്ങള് നാം പഠിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ദൈവത്തിന് സ്തുതി കൊടുക്കുന്നത്, എന്തുകൊണ്ടാണ് അവിടുത്തെ ആരാധിക്കുന്നത് എന്നെല്ലാം സങ്കീർത്തനക്കാരൻ നമ്മെ ബോധിപ്പിക്കുന്ന അനുഭവങ്ങളാണ് ഈ പല സങ്കീർത്തനങ്ങളിലും നാം ദർശിക്കുന്നത്. എന്നാൽ ഈ കാലങ്ങളിൽ നാം നോക്കുമ്പോൾ ദൈവത്തെയും ദൈവത്തിന്റെ ഭരണാധികാരത്തെയും തുച്ഛീകരിക്കുന്നതായ ഈ ലോകത്തിലെ ഭരണകർത്താക്കൾ പോലും ഉള്ള ഈ നാടുകളിൽ നമ്മളായിരിക്കുമ്പോൾ ദൈവത്തിന്റെ ഭരണം ദുഷ്ടനാൽ എപ്പോഴും താഴ്ത്തി കൊണ്ടുവരുന്നതായ
ഒരു അനുഭവമാണ്. സങ്കീർത്തനത്തില് ദൈവത്തിന്റെ വചനത്തെക്കുറിച്ച് ദൈവത്തിന്റെ ജനം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണ്? നിങ്ങളുടെ ദൈവം എവിടെയെന്ന് അവർ നിരന്തരം ചോദിക്കുന്നു എന്ന് സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുണ്ട്. കാരണം ദൈവത്തിന്റെ ജനം ചിലപ്പോൾ കഷ്ടതയിലായിരിക്കാം, പ്രയാസത്തിലായിരിക്കാം, അവര് ദുഷ്ടനാൽ അതിക്രമിക്കപ്പെട്ടിരിക്കാം, അവരുടെ പിന്മാറ്റങ്ങളിലൂടെ അവര് ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് അറ്റുപോയിരിക്കുന്ന അനുഭവങ്ങളൊക്കെ വരുമ്പോൾ ദൈവത്തെ വിളിക്കുന്ന കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ താഴ്ച ഭവിക്കും. അപ്പോൾ ദുഷ്ടൻ ചോദ്യം ചോദിക്കും, നിങ്ങളുടെ ദൈവം എവിടെയെന്ന്. ഈ ആഴ്ചയിൽ നാം ഇത് പഠിക്കുമ്പോൾ, യഹോവ വാഴുന്നു എന്ന ആ അനുഭവത്തിൽ നാം ഇത് പഠിക്കുമ്പോൾ, അവിടുത്തെ ബലവും അവിടുത്തെ ശക്തിയും അവിടുത്തെ കരുണയും അവിടുത്തെ സർവാധികാരവും നാം മനസ്സിലാക്കിക്കൊണ്ട് അവിടുത്തെ കൈക്കീഴിൽ അമർന്നിരുന്ന് അവിടുത്തേക്ക് മഹത്വം കൊടുക്കുന്ന മക്കളായി തീരണം. സർവ്വലോകവും ദുഷ്ടനാൽ ഭരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദുഷ്ടത പെരുകിക്കൊണ്ടിരിക്കുകയാണ്. സകല ഹൃദയങ്ങളിലും അന്ധകാരം വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെയെല്ലാം ദൈവസ്നേഹത്തെ തിരിച്ചറിയാത്ത ജനങ്ങളുടെ ഇടയില് ഇസ്രായേലിനെ വീണ്ടെടുത്തതുപോലെ നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത് അവിടുത്തെ കൈക്കീഴിലെ ആടുകളായി പിൻപറ്റുവാനും അവിടുത്തെ സ്നേഹത്തെ, ആ അധികാരത്തെയും അവിടുത്തെ ബലത്തെയും മഹിമയെയും കുറിച്ച് വാഴ്ത്തി പാടി നന്ദിയുള്ളവരായി ജീവിക്കുന്ന ഒരു അനുഭവത്തിലൂടെ മറ്റുള്ളവരിലേക്ക് വെളിച്ചം പകരുവാനുമാണ്. ഈ സങ്കീർത്തനങ്ങളൊക്കെ ആ ഉദ്ദേശത്തോടു കൂടിയാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് നാം ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസത്തിൽ തഴച്ചു വളരപ്പെടുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കുവാൻ ഈ പഠനം നമ്മെ സഹായിക്കും. ദൈവം സർവത്തിന്റെയും ഭരണാധികാരി ആയിരിക്കുമ്പോൾ അവിടുന്ന് സകലത്തെയും ഭരിക്കുന്നു. സകല ജീവജാലങ്ങളെയും അവിടുത്തെ സ്തുതിക്കുവാൻ വിളിക്കുന്ന ഒരു ദൈവം. സകല ഭൂസീമവാസികളെയും സൂര്യന്റെ ഉദയം മുതൽ അസ്തമനം വരെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ദൈവം. അവിടുത്തെ അനാധികാരം, ആ അടിസ്ഥാനം എന്ന് പറയുന്നത് കരുണയും കൃപയും ഒക്കെ കൊണ്ട് ഭരിക്കുന്ന ദൈവത്തെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് നമ്മെ വീണ്ടെടുത്ത നമ്മുടെ വീണ്ടെടുപ്പുകാരൻ, അവിടുത്തെ സ്നേഹമാണ് ഇതിനെല്ലാം കാരണമായിരിക്കുന്നതെന്ന് നാം മനസ്സിലാക്കുമ്പോഴാണ് ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം കൊണ്ട് വളരെ പ്രാധാന്യമുണ്ട്. കാരണം ദൈവത്തിൽ നമ്മെ സ്നേഹിക്കുന്നു എന്ന് വിശ്വസിക്കുമ്പോൾ മാത്രമേ നമുക്ക് ദോഷങ്ങളിൽ നിന്ന് അകന്നിരിക്കുവാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ. ദോഷം ചെയ്യുവാൻ നമ്മെ വിട്ടുകൊടുക്കാതെ ഇരിക്കണമെങ്കിൽ, തിന്മയുടെ പാത പിൻപറ്റാതെ ഇരിക്കണമെങ്കിൽ നാം ദൈവത്തെ സ്നേഹിക്കുന്നത് പൂർണ്ണമാകണം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദോഷത്തെ വെറുക്കാതെ ജീവിക്കുവാൻ കഴിയുകയില്ല. ദോഷം ചെയ്തുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയുകയില്ല. ഈ ഒരു സത്യം നാം, ഈ ഒരു പരമാർത്ഥം നമ്മുടെ ഹൃദയത്തിൽ ഏറ്റെടുത്ത് യഹോവ സകലത്തെയും ഭരിക്കുന്ന ദൈവമാണെന്ന് മനസ്സിലാക്കുമ്പോൾ, അന്ധകാരത്തിലാണ് അവിടുന്ന് വസിക്കുന്നത്, കൂരിരുട്ടിലാണ് അവിടുന്ന് വസിക്കുന്നത്, വസ്ത്രം പോലെ പ്രകാശത്തെ ധരിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞാൽ അവിടുത്തെ സന്നിധിയിൽ മറഞ്ഞിരിക്കുന്നതായിട്ട് ഒന്നുമില്ല എന്ന യാഥാർത്ഥ്യമാണ് അത് മനസ്സിലാക്കി തരുന്നത്. അതുകൊണ്ട് നമ്മെ മുറ്റുമായി അറിയുന്ന ഒരു ദൈവത്തെ പൂർണ്ണമായി പിൻപറ്റി സ്നേഹിച്ചുകൊണ്ട് അവിടുത്തെ പാതയിൽ നമുക്ക് ദോഷത്തെ വേർത്ത് തിന്മയോടെ ഒരു കൂട്ടും സഹിത്വവും കൂടാതെ ജീവിക്കുവാൻ, ഈ വിശ്വാസത്തിൽ തഴച്ചു വളരുവാൻ യഹോവ വാഴുന്നു എന്ന പാഠഭാഗം നമ്മെ സഹായിച്ച് അനുഗ്രഹിക്കും. ചൊവ്വാഴ്ചത്തെ പാഠത്തിലേക്ക് പോകുമ്പോൾ നീതിയുള്ള ന്യായാധിപതിയാണ് സങ്കീർത്തനക്കാരൻ നമുക്കിന്ന് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പൊ ദൈവം നമ്മുടെ സൃഷ്ടിതാവാണ്, യഹോവ സർവാധികാരിയാണ്, സർവത്തിന്റെയും ഭരണകർത്താവാണെന്ന് നാം പഠിക്കേണ്ടായി. എന്നാല് മൂന്നാമത്തെ പാഠത്തിലേക്ക് അല്ലെങ്കിൽ ചൊവ്വാഴ്ചത്തെ പാഠഭാഗത്ത് ദൈവം നീതിയുള്ള ന്യായാധിപതിയായി നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. സർവാധിപത്യത്തിലുള്ള ഒരു രാജാവായിരിക്കുമ്പോൾ തന്നെ അവിടുന്ന് നമുക്ക് നിയമദാതാവാണ്. നിയമമില്ലാതെ, നിയമ സംഹിതയില്ലാതെ ഭരണം നടത്തുന്നവനല്ല നമ്മുടെ ദൈവം. അവിടുത്തെ നിയമം നമുക്ക് നൽകി തന്നിട്ടുണ്ട്, അവിടുത്തെ കൽപ്പനകൾ നമുക്ക് നൽകി തന്നിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ്? ആ കൽപ്പന വെച്ചാണ് അവിടുന്ന് ന്യായവിധി നടത്തുന്നത്, അല്ലെങ്കിൽ നീതി നടത്തുന്നത്. അവിടുത്തെ സിംഹാസനത്തിന്റെ അടിസ്ഥാനം നീതിയും ന്യായവുമാണ്. അവിടുന്ന് നീതിയുള്ള ന്യായാധിപതിയാണ്. ഇന്ന് നാം ഈ ലോകത്തിൽ കാണുന്ന അനീതിയുള്ള ന്യായാധിപന്മാരുടെ ഇടയിൽ നാം വസിക്കുമ്പോൾ നമുക്ക് നീതി ലഭിക്കണമെന്നില്ല. അനേകം നിരപരാധികൾ ഹോമിക്കപ്പെടുകയാണ്. നീതിയുള്ള ഒരു ന്യായാധിപതിയെ വളരെ വിരളമായി മാത്രമേ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. എന്നാൽ നമ്മുടെ കർത്താവ് നീതിയുള്ള ന്യായാധിപതിയാണ് എന്ന് അവിടുന്ന് വെറും ഒരു ന്യായാധിപതിയല്ല, നീതിയുള്ള
ന്യായാധിപതിയാണ്. അവരവരുടെ പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം കൊടുക്കുന്ന ഒരു ന്യായാധിപതിയാണെന്ന് നമുക്ക് വായിക്കുവാൻ തക്കവണ്ണം കഴിയുന്നു. അപ്പം നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിച്ചിട്ടാണ് അവിടുന്ന് നമുക്ക് നീതി നടപ്പാക്കുന്നത്. നമ്മുടെ സമയത്തല്ല ദൈവത്തിന്റെ നീതി നടപ്പാക്കുന്നതെന്ന് മാത്രം മനസ്സിലാക്കുക. നാം പറയുമ്പോഴല്ല ദൈവം ആ നീതി വെളിപ്പെടുത്തുന്നത് അല്ലെങ്കിൽ നടത്തുന്നത്. ദൈവത്തിന്റെ സമയത്തില് ആർക്കൊക്കെ ശിക്ഷ കൊടുക്കണം, ആർക്കൊക്കെ ആരെയൊക്കെയാണ് രക്ഷിക്കേണ്ടതെന്ന് ദൈവം ചിന്തിക്കുന്നത് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നതിന് അവിടുന്ന് സമയം വച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ആ പ്രമാണങ്ങളെ അനുസരിച്ച് ജീവിക്കുന്നതായ വ്യക്തിത്വങ്ങളാണോ എന്ന് നമ്മുടെ ഹൃദയങ്ങളെ നോക്കി നമുക്ക് സമയം നൽകി തന്ന് നമുക്ക് രക്ഷപ്പെടുവാൻ തക്കവണ്ണം അനേക സമയങ്ങൾ മാറി ചിന്തിക്കുവാൻ തക്കവണ്ണം ദൈവം ഓരോ സമയങ്ങളും നമുക്ക് നൽകി തന്നിട്ടുണ്ട്. നാം തെറ്റ് ചെയ്യുമ്പോൾ ശരീരേക്ക് നടത്തുവാൻ തക്കവണ്ണം ആഹ്വാനം ചെയ്യുന്ന വചനങ്ങൾ നമുക്ക് നൽകി തന്നിട്ടുണ്ട്. വീണ്ടും വീണ്ടും തെറ്റുകൾ ആവർത്തിക്കാതെ ഇരിപ്പാൻ തക്കവണ്ണം നമ്മെ സ്നേഹിക്കുന്ന ദൈവം തൻ്റെ ആ സ്നേഹമുള്ള വചനത്താൽ നമ്മെ പരിപാലിക്കുന്നതും നമുക്ക് കാണുവാൻ കഴിയും. സങ്കീർത്തനങ്ങളൊക്കെയും വായിക്കുമ്പോൾ നമുക്ക് അത് മനസ്സിലാക്കി തരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ ന്യായവിധികൾ എന്ന് പറയുന്നത് സത്യമാണ്, അതിന് സമയമുണ്ട്. അതിന് വേദപുസ്തകം പറയുന്നത് പരിശോധന ന്യായവിധി, 2 ഭാഗങ്ങളാണ് ഉള്ളത്. പരിശോധന ന്യായവിധി, ജീവിച്ചിരിക്കുന്ന വ്യക്തികളെ പരിശോധിക്കുക, അവർക്ക് മാറി ചിന്തിച്ച് ദൈവത്തോട് അടുക്കുവാൻ തക്കവണ്ണമുള്ളതായ അനുഭവങ്ങളും നൽകി. എന്നാൽ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ അത് ചെയ്തിരിക്കണം. നമുക്ക് ലഭിച്ചിരിക്കുന്ന സമയം നിശ്ചിതമാണ്. അതുകൊണ്ട് ആ സമയത്തിനുള്ളിൽ ദൈവത്തോട് അടുത്ത് ജീവിക്കുവാൻ നമ്മെ ആഹ്വാനം ചെയ്യുമ്പോൾ ദൈവവുമായി ചേർന്ന് ജീവിക്കുക എന്നുള്ളതാണ് ഓരോ മനുഷ്യന്റെയും കർത്തവ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് എത്ര കേട്ടിട്ടും പഠിക്കാതിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയുണ്ട്. എന്നാൽ ദൈവമേ ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി എന്ന് ചിന്തിച്ച് മാറി ജീവിക്കുവാൻ തീരുമാനിക്കുന്നവർക്ക് ദൈവത്തിന്റെ സഹായം ലഭ്യമാണ് എന്ന് നമുക്ക് വേദപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയും. ആരെയൊക്കെ രക്ഷിക്കാൻ കഴിയുമെന്ന് നിശ്ചയിക്കുന്നതാണ് നീതിയുള്ള ന്യായാധിപതിയുടെ ഏറ്റവും വലിയ സ്നേഹത്തെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. അതുകൊണ്ട് നീതിമാന്മാരെ നീതീകരിക്കുന്നതായ ഒരു ദൈവം, ന്യായീകരിക്കുന്നതായ ഒരു ദൈവം, ദുഷ്ടന്മാരെ അവരെ അന്ത്യമായി ഇല്ലാതെയാക്കുവാനും ദൈവം നിശ്ചയിച്ചിരിക്കുന്നത് കൊണ്ട് അവരവര് ചെയ്യുന്ന പ്രവർത്തികളെ അവനവൻ ദിവസം പ്രതി ശോധന ചെയ്യേണ്ടതായ ആവശ്യമുണ്ട്. ദൈവസന്നിധിയിൽ നിരക്കാത്തതായ ചിന്തകള്, ദൈവസന്നിധിയിൽ നിരക്കാത്തതായ പ്രവർത്തികള്, നോട്ടം, നിരൂപണം ഒക്കെയും നാം ദൈവസന്നിധിയിൽ വെച്ച് അവിടുത്തെ വചനത്തിന്റെ വെളിച്ചത്തിൽ വെച്ച് ശോധന കഴിച്ച് അവിടുത്തോട് പറ്റിച്ചേർന്നിരിക്കുവാൻ തക്കവണ്ണം നമുക്ക് തരുന്ന നല്ല സങ്കീർത്തനങ്ങളെ നാം ധ്യാനിക്കുക. കാരണം ദൈവത്തിന്റെ ജ്ഞാനം എന്ന് പറയുന്നത് മനുഷ്യന്റെ ജ്ഞാനം പോലെ അല്ല. അവിടുന്ന് സകലത്തെയും സർവജ്ഞാനിയാണെന്ന് നാം മനസ്സിലാക്കി, സകലത്തെയും കാണുന്നവനാണെന്ന് മനസ്സിലാക്കി, അവിടുത്തെ ന്യായവിധിക്ക് നാം ആ ഭയങ്കരമായ ന്യായവിധിയിൽ നിന്ന് ഒഴിവുള്ളവരാകുവാനും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെട്ടവരായി തീരുവാനും ദൈവത്തിന്റെ പ്രവൃത്തി നമ്മളിൽ ഉണ്ടാകുവാനും തക്കവണ്ണമാണ് നീതിയുള്ള ന്യായാധിപതിയെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ദൈവം തന്റെ ജനത്തെ എന്ത് ചെയ്യുന്നു? ദുഷ്ടന്മാരിൽ നിന്ന് രക്ഷിക്കുന്നു എന്ന് സങ്കീർത്തനം 97:10 146:9 പറയുന്നു. മാത്രമല്ല അവിടുന്ന് താഴ്മയുള്ളവരെ കടാക്ഷിക്കുന്ന ഒരു ദൈവമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അവരെ രക്ഷ കൊണ്ട് അലങ്കരിക്കുന്ന ഒരു ദൈവമാണെന്ന് മനസ്സിലാക്കുന്നു. എന്നാല് അനുതാപമില്ലാത്ത ദുഷ്ടന്മാർക്കോ അത്യന്തമായിട്ട് അവസാനമായിട്ട് ലഭിക്കുന്ന എന്താണ്? ശിക്ഷാവധിയാണ്. കാരണം ദുഷ്ടൻ അവൻ ദുഷ്ടത ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതുപോലെ ഉത്തമൻ എന്ത് ചെയ്യുന്നു? ഉത്തമ കാര്യങ്ങളെ പ്രവർത്തിക്കുന്നു. ഈ ഒരു കാര്യങ്ങൾ നാം മനസ്സിലാക്കുമ്പോൾ നാം ഏത് പക്ഷത്താണെന്ന് നാം ദിനംപ്രതി ചിന്തിച്ച് കർത്താവിനോട് അടുത്ത് ജീവിക്കുക. ആ നീതിയുള്ള ന്യായാധിപതിക്ക് എതിരെയുള്ളതായ മാനുഷിക ആയുധങ്ങളിലെ നിഷ്പ്രയോജനപ്പെടുത്തുന്നതായ ഒരു സങ്കീർത്തനം നമുക്ക് 76-ാം സങ്കീർത്തനത്തില് മനസ്സിലാക്കുവാൻ കഴിയുന്നു. കാരണം ദുഷ്കർമ്മികളെ ശിക്ഷ വിധിക്കുന്നതായ സങ്കീർത്തനം. ദൈവം നീതിയുള്ള ന്യായാധിപതിയാണ് എന്ന് നാം പഠിക്കുമ്പോൾ അവിടുത്തെ മനുഷ്യരോടുള്ളതായ ഇടപാടുകളില് അല്ലെങ്കിൽ മനുഷ്യരെ ശിക്ഷ വിധിക്കുന്ന രീതികളെ കുറിച്ച് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുമ്പോൾ അത് ദുഷ്കർമ്മികളെ ശിക്ഷിക്കുന്ന ദൈവവും ദൈവം ക്ഷമിക്കുന്ന ദൈവവുമാണെന്ന്
സങ്കീർത്തനങ്ങളിൽ നാം വായിക്കുന്നു. ദുഷ്ടന്മാർ മാത്രമല്ല, ദൈവജനവും ദൈവത്തിന് കണക്ക് കൊടുക്കേണ്ടി വരും. എല്ലാ വ്യക്തികളും ദൈവത്തിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ നിൽക്കേണ്ടി വരുമെന്ന് വെളിപ്പാട് പുസ്തകത്തില് വിശുദ്ധ യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇവിടെ നാം പഠിക്കുമ്പോൾ ഈ നീതിയുള്ള ന്യായാധിപതി നമുക്ക് തരുന്ന സന്ദേശം എന്താണ്? എല്ലാ മനുഷ്യരും ദൈവസന്നിധിയിൽ നിൽക്കുവാൻ യോഗ്യന്മാരാകേണ്ടുന്നതിന് അവിടുത്തെ സ്നേഹത്തിന്റെ പരിലാളനരെ എപ്പോഴും ധ്യാനിക്കുക. അവിടെ നമ്മെ വീണ്ടെടുത്ത വിധം നാം ധ്യാനിക്കുക. അപ്പോൾ നാം ദോഷത്തിൽ നിന്ന് ഒഴിവുള്ളവരായി, ദുഷ്ടന്മാരിൽ നിന്ന് അകന്നവരായി, തിന്മയിൽ നിന്ന് അകന്നവരായി ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കും. അതുകൊണ്ട് നാം ന്യായാസനത്തിന്റെ മുമ്പാകെ നിൽക്കുവാൻ യോഗ്യന്മാരാകേണ്ടുന്നതിന് ഈ നീതിയുള്ള ന്യായാധിപതി ആരെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടുത്തെ ന്യായവിധിയുടെ ആകാംക്ഷയിൽ ആനന്ദിക്കുന്ന ഒരു അനുഭവം പ്രാപിക്കുവാൻ തക്കവണ്ണം ഈ സങ്കീർത്തനങ്ങളിലൂടെ നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. അതുകൊണ്ട് ക്രിസ്തുവിന്റെ രക്തത്താൽ നാം പൊതിയപ്പെട്ടവരായി ദൈവത്തിന്റെ ന്യായവിധി എങ്ങനെയാണ് ഒരു സദ്വാർത്തയാക്കി തീർക്കുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് പ്രത്യാശയോടെ ജീവിക്കുന്ന ദൈവ പൈതലിന് ന്യായവിധിയെ ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്ന് വേദപുസ്തകം നമ്മെ സാക്ഷിക്കുന്നു. അതാണ് നീതിയുള്ള ന്യായാധിപതിയെക്കുറിച്ച് നമുക്ക് പഠിക്കുവാൻ തക്കവണ്ണമുള്ളത്. ബുധനാഴ്ചത്തെ പാഠത്തിലേക്ക് നാം പോകുമ്പോൾ ദൈവത്തിന്റെ സ്നേഹം മനുഷ്യരുമായി ചെയ്യുന്ന ഉടമ്പടി ബന്ധത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. ദൈവത്തിന്റെ ഉടമ്പടിയെ നാം എപ്പോഴും ഓർക്കുന്നവരായി തീരുക എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. കാരണം വലിയവനായ ദൈവം തന്റെ കരവിരുതായ മനുഷ്യനുമായിട്ട് ഉടമ്പടി ചെയ്യുന്ന ദൈവമാണ്. അവിടുന്ന് വാഴുന്നത് മഹിമ ധരിച്ചിരിക്കുന്ന ദൈവമാണെന്ന് നാം പഠിച്ചു. വസ്ത്രം ധരിക്കും പോലെയാണ് തേജസ് ധരിച്ചിരിക്കുന്നത്. അടുത്തുകൂടാത്ത വെളിച്ചത്തിലാണ് ഈ ദൈവം വസിക്കുന്നതെന്ന് നാം പഠിച്ച ആ ദൈവം തന്റെ സൃഷ്ടിയുമായിട്ട് ഒരു ഉടമ്പടി ചെയ്യുന്ന ദൈവമാണെന്ന് സങ്കീർത്തനങ്ങളിൽ വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് ദൈവത്തോട് സമാധാനവും രക്ഷയും ഉറപ്പ് വരുത്തുവാൻ തക്കവണ്ണം ദൈവജനത്തിന് ഈ ഉടമ്പടി ബന്ധത്തിൽ നിലനിൽക്കേണ്ട ആവശ്യമുണ്ട്. അതാണ് നാം ഈ ആഴ്ചത്തെ ഈ പാഠത്തിലൂടെ പഠിക്കുന്നത്. നാം സുരക്ഷിതരായിരിക്കണമെങ്കിൽ ഉടമ്പടി ബന്ധത്തിൽ സുദൃഢമായ ഒരു ബന്ധം കാത്തു സൂക്ഷിക്കേണ്ടതായ ആവശ്യമുണ്ട് എന്ന് സങ്കീർത്തനങ്ങളിലൂടെ നാം പഠിക്കുകയാണ്. നിത്യവും നാം എന്ത് ചെയ്യണം? അത് ധ്യാനിക്കണം. ഈ ഉടമ്പടികള് ദൈവം വെറുതെ വാഗ്ദത്തം ചെയ്തതല്ല, തന്റെ ജനം തന്നോട് ചേർന്നിരിപ്പാൻ തക്കവണ്ണം തന്റെ കൈക്കീഴിലെ ആടുകളെ വിളിച്ച ഇടയൻ കൊണ്ടുപോകും പോലെ കൊണ്ടുപോകുവാൻ തക്കവണ്ണം അവിടുന്ന് നാമുമായിട്ട് ഉടമ്പടി ചെയ്തിരിക്കുകയാണ്. ആ ഉടമ്പടി ബന്ധത്തില് നിത്യം നിലനിൽക്കുന്നവർക്ക് ന്യായവിധി എന്ന് പറയുന്ന ഒരു സദ്വാർത്തയായി തീരും. അല്ലെങ്കിൽ ഈ ഉടമ്പടി ബന്ധത്തില് നിത്യം വസിക്കുന്നവർക്ക് മറ്റൊന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യം ഇല്ല. 105-ാം സങ്കീർത്തനം മുഴുവൻ നാം പഠിക്കുമ്പോൾ ദൈവജനത്തെ ചരിത്രത്തിലൂടെ ആ ഉടമ്പടി ബന്ധത്തില് നിലനിർത്തിയ ദൈവം, പക്ഷെ അവര് പലപ്പോഴും പിന്മാറിപ്പോയി, അവർ അപകടത്തിലായി തീർന്നുവെന്ന് ആ ചരിത്രത്തിലൂടെ നാം അവിശ്വസ്തത കാണിച്ചവരാണെന്ന് നാം പഠിക്കുന്നുണ്ട്. മാത്രമല്ല ആ ക്ഷാമകാലത്തും ക്ഷേമകാലത്തും അവരോടൊപ്പം ഇരുന്നതായ ദൈവം. പുറപ്പാട് പുസ്തകത്തില് നാം പഠിക്കുന്നത് എന്താണ്? ഈ ഉടമ്പടി ബന്ധത്തിലേക്ക് വിളിച്ചിറക്കപ്പെട്ട ജനത്തിന്റെ മുൻപടയായി പിൻപടയായി മേഘമായി സ്തംഭമായി ഒക്കെ അവർക്ക് മുമ്പേയും പിൻപേയും നടക്കുന്നതായ, അവർക്ക് മുൻപില് ശത്രു വരുമ്പോൾ അവർക്ക് മുൻപിലും തണുപ്പും മറ്റു കാര്യങ്ങളും വരുമ്പോൾ അവർക്ക് പിൻപിലും ഒക്കെ ആയിട്ട് നടത്തുന്നതായ ആ ഉടമ്പടി ബന്ധത്തിൽ നടന്നതായ ആ ജനമാണ്. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു? ദൈവത്തിൽ നിന്നും ആ ഉടമ്പടി ബന്ധത്തിൽ നിന്നും പിന്മാറ്റപ്പെട്ടവരായി, അവര് സർവ്വലോകത്തിലും ചിതറിക്കപ്പെട്ടവരായി, അടിമകളായി, ക്ഷാമത്തിലകപ്പെട്ടവരായി, അങ്ങനെ സ്വസ്ഥതയില്ലാത്ത അനുഭവത്തിലൂടെ ഉഴലുന്ന അനുഭവങ്ങൾ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ നാം മനസ്സിലാക്കി എടുക്കുന്നുണ്ട്. അതുകൊണ്ട് സങ്കീർത്തനം 105 അവരുടെ ചരിത്രമാണ് നാം പഠിക്കുന്നത്. ഈ ദൈവത്തിന്റെ ജനത്തെ അവിടുത്തെ സർവാധിപത്യത്തിലെ ആ നിയന്ത്രണത്തില് നടത്തുവാൻ തക്കവണ്ണം എപ്പോഴും ധ്യാനത്തിൽ സങ്കീർത്തനങ്ങൾ ധ്യാനിക്കുമ്പോൾ നാം ദൈവവുമായിട്ടുള്ള ഉടമ്പടി ബന്ധത്തില് ദൈനംദിനം ജീവിക്കുന്ന ഒരു അനുഭവം പ്രാപിക്കുവാൻ തക്കവണ്ണം കഴിയും. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ ദൈവം അനന്യനാണ്, എന്നും കൂടെ ഇരിക്കാമെന്ന് വാഗ്ദത്തം തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഉടമ്പടിയില്
നാം നിലനിൽക്കുമ്പോൾ നമുക്ക് ആ രക്ഷ സുദൃഢമായി തീർക്കുവാൻ തക്കവണ്ണം കഴിയും. അതുകൊണ്ട് ദിവസം പ്രതി അവിടുത്തെ പ്രവർത്തികളെ നോക്കുക, ദൈവത്തിന്റെ അത്ഭുതങ്ങളെയും അവിടുത്തെ ന്യായവിധിയെയും കുറിച്ച് നാം ധ്യാനിക്കുക. ദൈവജനത്തെ നമുക്ക് ബഹുമാന യോഗ്യമായ ഒരു ജീവിതം തരുവാനാണ് ദൈവവും നാമുമായിട്ട് ചേർന്നിരിക്കുന്ന ഉടമ്പടി ബന്ധത്തില് ആക്കിയിരിക്കുന്നത്. എന്താണ് ഉടമ്പടി ബന്ധം? നീ ഈ കൽപ്പനകളും ചട്ടങ്ങളും വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. അത് നിന്റെ നെറ്റിയിൽ എന്ത് ചെയ്യണം? കെട്ടണം. അത് നിന്റെ കൈമേൽ കെട്ടണം എന്ന് പറയുമ്പോൾ അവിടെയെല്ലാം നമ്മുടെ ചിന്തകളില്, നമ്മുടെ പ്രവർത്തികളില്, നമ്മുടെ നടപ്പ് നോട്ടം എല്ലായിടത്തും ഈ ഉടമ്പടി ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരു അനുഭവത്തിലാണെങ്കിൽ ദൈവജനത്തിന് ഭയപ്പെടേണ്ട ആവശ്യം ഇല്ല. പുരാതന ഇസ്രായേലിന് നൽകപ്പെട്ട വാഗ്ദത്തങ്ങളെല്ലാം തന്നെ ഇസ്രായേലിന് ഉള്ളതാണ് എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. കാരണം ക്രിസ്തുവിലൂടെയാണ് നാം ആ ഉടമ്പടി ബന്ധത്തിലേക്ക് നമ്മെ വിളിച്ച് മാറ്റിയിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിലൂടെയാണ് നമുക്ക് ആ ഉടമ്പടി ബന്ധം വീണ്ടും പുനഃസ്ഥാപിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി തരികയാണ്. വീണ്ടും നാം പഠിക്കുന്നത്, വ്യാഴാഴ്ചത്തെ പാഠത്തിലേക്ക് നാം പഠിക്കുന്നത്, അവിടുത്തെ സാക്ഷ്യങ്ങൾ നിശ്ചയമുള്ളതാണ്. യഹോവയുടെ സാക്ഷ്യങ്ങൾ നിശ്ചയമുള്ളതാണ്, ഉറപ്പുള്ളതാണ്. അതിന് മാറ്റം വരുത്തുവാൻ തക്കവണ്ണം ആർക്കും സാധ്യമല്ല എന്ന് നാം പഠിക്കുമ്പോൾ 19-ാം സങ്കീർത്തനം നാം ധ്യാനിക്കുക. 19-ാം സങ്കീർത്തനത്തിൽ ദൈവത്തിന്റെ സാക്ഷ്യങ്ങളെ കുറിച്ച്, ആ സാക്ഷ്യങ്ങളുടെ ആ മഹത്വത്തെക്കുറിച്ച് ഓരോ സൃഷ്ടികളിലും വെളിപ്പെടുത്തുന്നതായ രീതികള് നമുക്ക് കാണുവാൻ കഴിയും. അപ്പൊ സർവാധിപതിയായ സൃഷ്ടിതാവ്, സർവാധിപതിയായ രാജാവ്, നീതിയുള്ള ന്യായാധിപതി, അവിടുന്ന് നാമുമായി എടുത്ത ഉടമ്പടികൾ എന്ന നിലകളിൽ ഈ ഭൂമിയിലെ പരമാധികാരിയായിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവിടുന്ന് തന്നിരിക്കുന്ന സാക്ഷ്യങ്ങള് വിശ്വാസയോഗ്യമാണ്, ഉറപ്പുള്ളതാണ് എന്ന് നമുക്ക് ചിന്തിക്കുവാൻ തക്കവണ്ണം നൽകപ്പെട്ടിരിക്കുന്നത്. നാം മനസ്സിലാക്കുമ്പോൾ സാക്ഷ്യങ്ങൾ എന്ന വാക്കിന് വിധി എന്നർത്ഥമുണ്ട്, നിയമങ്ങൾ എന്നർത്ഥമുണ്ട്. എന്നാല് ദൈവജനത്തിന്റെ മത സാമൂഹിക ജീവിതങ്ങളെ നിയന്ത്രിക്കുവാൻ തക്കവണ്ണം ഈ നിയമങ്ങൾക്ക് വലിയ പങ്കുണ്ട് എന്നും അതിന്റെ പ്രതിഫലനം, അതിൽ നിലനിൽക്കുന്നവർക്കുള്ള ജീവിതത്തിന്റെ പ്രതിഫലനം നീതിമാന്മാരുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ കഴിയുമെന്നും നമ്മെ പഠിപ്പിക്കുകയാണ്. ദൈവസിംഹാസനത്തിന്റെ നീക്കമില്ലാത്ത സുസ്ഥിരമായ അവസ്ഥയാണ് ദൈവത്തിന്റെ സാക്ഷ്യങ്ങളുടെ നിശ്ചയത്തിലൂടെ നാം പഠിക്കുന്നത്. ദൈവസിംഹാസനത്തിന്റെ നിശ്ചയം, ദൈവസിംഹാസനത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സാക്ഷ്യങ്ങളുടെ ക്രമീകരണമാണ് എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്. നിശ്ചയം അല്ലെങ്കിൽ സുസ്ഥിരമായ എന്നെല്ലാം നാം ഇതിൽ നിന്ന് പഠിക്കുകയാണ്. ദൈവ സ്വഭാവത്തെയാണ് ദൈവത്തിന്റെ സാക്ഷ്യങ്ങൾ വെളിപ്പെടുത്തി തരുന്നത്. ദൈവം മാറാത്തവനായതുപോലെ ദൈവത്തിന്റെ സാക്ഷ്യങ്ങൾക്ക് മാറ്റമില്ല. അത് ദൈവം വിശുദ്ധനായിരിക്കുന്നത് പോലെ അവിടുത്തെ സാക്ഷ്യങ്ങളും എന്താണ്? വിശുദ്ധമാണ്. അവിടുത്തെ സാക്ഷ്യങ്ങൾ നിശ്ചയമുള്ളതാണ്, ഉറപ്പുള്ളതാണ് എന്നെല്ലാം സങ്കീർത്തനം 18-ലും 19-ലും ഒക്കെ നാം പഠിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ നിയമങ്ങളിൽ ഉറപ്പും സുരക്ഷയും പ്രാപിച്ച വ്യക്തികളുടെ ഹൃദയം ദൈവത്തിലാണ് ഉറച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ സാക്ഷ്യങ്ങളിൽ ഉറപ്പ് പ്രാപിച്ചവരുടെ ഹൃദയം ഉറച്ചിരിക്കുന്നത് ദൈവത്തിൽ തന്നെയാണ്. കാരണം നിശ്ചയത്തോടു കൂടിയാണ് അവരെന്ത് ചെയ്യുന്നത്? ആ സാക്ഷ്യത്തിൽ നിലനിൽക്കുന്നത് എന്ന് നാം ഒരിടർച്ചയ്ക്കും ഒരനർത്ഥത്തിനും അവർക്ക് ഭയക്കേണ്ടുന്നതായ കാര്യമില്ല. കാരണം അവിടുത്തെ സംരക്ഷണം നിശ്ചയമുള്ളതാണ്, അവിടുത്തെ വഴി നടത്തല് നിശ്ചയമുള്ളതാണ് എന്നവർ വിശ്വസിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്നത്, അവിടുത്തെ വചനം എൻ്റെ കാലിന് ദീപമാണ്, എൻ്റെ പാതയ്ക്ക് പ്രകാശമാണ്, ആ കൂരിരുട്ടിൽ എൻ്റെ വഴികാട്ടിയാണ് എന്ന് സങ്കീർത്തനങ്ങളിലൂടെ നാം പഠിക്കും. 119-ാം സങ്കീർത്തനം അവിടുത്തെ സാക്ഷ്യങ്ങളുടെ വിവിധ വശങ്ങളെ കുറിച്ചാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. 119-ാം സങ്കീർത്തനം മുഴുവനും ദൈവത്തിന്റെ സാക്ഷ്യങ്ങള്, ന്യായപ്രമാണത്തിന്റെ മഹത്വങ്ങള്, അത് ധ്യാനിക്കുന്നവർക്കുണ്ട പ്രതിഫലങ്ങള്, അത് നമ്മെ നീതിയിലേക്ക് എങ്ങനെ നടത്തുന്നു, അത് എങ്ങനെ ധ്യാനിക്കണം എന്നെല്ലാം ദാവീദ് വളരെ വ്യക്തമാക്കി തരികയാണ് ചെയ്യുന്നത്. അത് പഠിക്കുന്നവർക്ക് വളരെ ബുദ്ധിയുണ്ട്, ജ്ഞാനമുണ്ട്. അത് മറ്റുള്ളവരെക്കാളും നമ്മെ ശ്രേഷ്ഠരാക്കുന്നതാണെന്നെല്ലാം അവിടെ പറയുമ്പോൾ ആ നിശ്ചയമുള്ള സാക്ഷ്യത്തിൽ നിലനിൽക്കുവാൻ, ആ നിശ്ചയമുള്ള ഉറപ്പുള്ള കർത്താവിന്റെ വിധികൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കുവാൻ തക്കവണ്ണം
അതിൽ കൂടെ തന്നെ സഞ്ചരിക്കുവാൻ തക്കവണ്ണം നമുക്ക് നൽകപ്പെട്ടതാണ്. നമ്മുടെ ജീവിതത്തിന്റെ അതിരുകൾ നിയന്ത്രിക്കുന്നതാണ് ദൈവത്തിന്റെ സാക്ഷ്യങ്ങൾ. അത് നമ്മെ സകല അനർത്ഥങ്ങളിൽ നിന്നും വിടുവിക്കുവാൻ, നമ്മെ നേരെ നടത്തുവാൻ തക്കവണ്ണം പര്യാപ്തമാണ് എന്ന് അത് പരിപാലിക്കുന്നവർക്ക് മഹാസമാധാനമുണ്ടെന്നാണ് 119 സങ്കീർത്തനത്തില് നാം വായിക്കുന്നത്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ വസിക്കുന്ന ഒരു അനുഭവമാണ് ദൈവത്തിന്റെ സാക്ഷ്യത്തില് നാം ആശ്രയം, അല്ലെങ്കിൽ അതിൽ നാം വിശ്വാസം കണ്ടെത്തി അതിൻ പ്രകാരം ജീവിക്കുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ നിയമങ്ങള്, അവിടുത്തെ ചട്ടങ്ങള്, അവിടുത്തെ സാക്ഷ്യങ്ങള് ഒക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തെ സകല അനർത്ഥങ്ങളിൽ നിന്നും തിന്മയിൽ നിന്നും വിടുവിക്കുവാൻ തന്നിരിക്കുന്നതായ വലിയ ഒരു അനുഭവമാക്കിക്കൊണ്ട് ജീവിക്കുവാനാണ് ഈ പാഠങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നാം ഈ ആഴ്ചയിൽ പഠിച്ചതായ ആ കാര്യങ്ങൾ നമുക്ക് ഒന്നും കൂടെ ഒന്ന് നോക്കുമ്പോൾ, ദൈവം നമ്മുടെ സൃഷ്ടിതാവാണ്. അപ്പം ദൈവം നമ്മുടെ സൃഷ്ടിതാവായിരിക്കുമ്പോൾ സൃഷ്ടിജാലങ്ങള് അവിടുത്തെ മഹത്വത്തെ വർണ്ണിക്കുവാൻ തക്കവണ്ണം അവിടെ മാത്രമാണ് ആരാധ്യൻ എന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണമാണ് അവിടുന്ന് നമ്മുടെ സൃഷ്ടിതാവായിട്ടിരിക്കുന്നത്. ഈ ഭൂലോകത്തെ സൃഷ്ടിപ്പ് നടത്തി അതിനെ അങ്ങ് കളയുകയല്ല, അതിനെ പരിപാലിക്കുകയും വീണ്ടെടുക്കുകയും ചെയ്യുന്നതായ ഈ സൃഷ്ടിതാവിന്റെ സ്നേഹമാണ് ക്രിസ്തുവിന്റെ ആ ത്യാഗത്തിലൂടെ, ക്രൂശ് മരണത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. രണ്ടാമത്തെ ഭാഗത്തിലേക്ക് നാം പഠിക്കുകയുണ്ടായി, യഹോവ വാഴുന്നു. ദൈവം സർവാധികാരിയായിട്ടാണ് വാഴുന്നത്. രാജാതി രാജാവും കർത്താതി കർത്താവുമായിട്ടാണ് വാഴുന്നത്. അതുകൊണ്ട് അവിടുന്ന് മഹിമ ധരിച്ചിരിക്കുന്നു. അവിടുന്ന് സകല ആരാധനയ്ക്കും യോഗ്യനാണ്. മനുഷ്യരുടെ കൈവേലയെ അല്ല ആരാധിക്കേണ്ടത്, നമ്മെ സൃഷ്ടിച്ച നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാനാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നതെന്ന് ആ ഭാഗത്ത് നാം പഠിക്കുകയുണ്ടായി. ദൈവം ന്യായാധിപതിയാണ്. എല്ലാ ന്യായാധിപന്മാരിലും നീതി കണ്ടെത്തുവാൻ കഴിയുകയില്ല. എന്നാൽ നമ്മുടെ കർത്താവ് നമ്മുടെ സൃഷ്ടിതാവായതുകൊണ്ട്, നമ്മുടെ ഭരണാധികാരി ആയതുകൊണ്ട്, അവിടുന്ന് നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ട് അവിടുന്ന് നീതിയുള്ള ന്യായാധിപതിയായി നമ്മെ നയിക്കുകയാണ്. നാലാമത് നാം പഠിക്കുകയുണ്ടായി അവിടുത്തെ സാക്ഷ്യങ്ങള്, നാമുമായി എടുത്തിരിക്കുന്ന ഉടമ്പടികള്, അവിടുത്തെ സ്നേഹത്തെ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. വാഗ്ദത്തങ്ങള് നമുക്ക് നൽകി തന്നിരിക്കുന്നത് ഉറപ്പ് പ്രാപിച്ച് ദൈവസന്നിധിയിൽ നിലനിൽക്കുവാനാണ്. എന്നാലേ അഞ്ചാമത്തെ നാം അവസാനം പഠിക്കുന്നത് എന്താണ്? അവിടുത്തെ വചനങ്ങള്, അവിടുത്തെ സാക്ഷ്യത്തിന്റെ വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് നിശ്ചയമുള്ള സാക്ഷ്യമാണ്. ദൈവം നിശ്ചയമുള്ളവനായതുപോലെ അവിടുത്തെ വചനങ്ങളും അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും നിശ്ചയമുള്ളതാണ്. അത് വെച്ചാണ് അവിടുന്ന് ന്യായവിധി നടത്തുന്നത് എന്ന് നാം മനസ്സിലാക്കുമ്പോൾ, നാം ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച്, അവിടുത്തെ കൃപയെക്കുറിച്ച്, അവിടുത്തെ സ്വഭാവത്തെക്കുറിച്ച്, അവിടുന്ന് ഈ ലോകത്തെ രക്ഷിച്ച് യഥാസ്ഥാനപ്പെടുത്തിയ വിധങ്ങളെക്കുറിച്ചൊക്കെയും അവിടുത്തെ പദ്ധതിയെക്കുറിച്ചൊക്കെയും നാം പഠിച്ച് മനസ്സിലാക്കി അവിടുത്തെ സന്നിധിയിൽ നിലനിൽക്കുവാൻ തക്കവണ്ണം നമ്മെ സഹായിക്കുന്ന സങ്കീർത്തന ഭാഗങ്ങളാണ് യഹോവ വാഴുന്നു എന്ന ഭാഗത്തു നിന്നും നാം പഠിച്ചത്. അതുകൊണ്ട് ഈ ലോകത്തില് ദുഷ്ടത പെരുകിക്കൊണ്ടിരിക്കുന്നതായ, സ്നേഹം തണുത്തുകൊണ്ടിരിക്കുന്നതായ, വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതായ ഈ ലോകത്തില് ദൈവകുഞ്ഞുങ്ങള് പ്രകാശമായി നിൽക്കുവാൻ, ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ, നിശ്ചയമുള്ള ഒരു ജീവിതം ചെയ്യുവാൻ, നിശ്ചയമുള്ള ഓട്ടം ചെയ്യുവാൻ ഈ സങ്കീർത്തന ഭാഗം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വലിയ കൃപയില് നമുക്ക് ആശ്രയിക്കാം. ദൈവം വഴിതെറ്റിപ്പോയ കുഞ്ഞാടിനെ തേടി വന്ന നല്ല ഇടയൻ കർത്താവായ യേശു ക്രിസ്തു, ആ കുഞ്ഞാടിനെ കണ്ടുകിട്ടിയപ്പോഴുള്ളതായ സ്നേഹം ആ ഇടയന്റെ ജീവിതത്തിൽ പ്രതിഫലിപ്പിച്ചതായ വിധങ്ങൾ ഒക്കെ ചിന്തിച്ച്, നമ്മുടെ വീണ്ടെടുപ്പിന്റെ ആ വിലയേറിയ അനുഭവങ്ങളെ കുറിച്ച് ചിന്തിച്ച്, യഹോവ വാഴുന്നു, മഹിമ ധരിച്ചിരിക്കുന്നു, അവിടുത്തെ സിംഹാസനത്തില് നീതിയും ന്യായവും അടിസ്ഥാനമാക്കിയുള്ളതായതുകൊണ്ട് നമുക്ക് ആ രക്ഷയിൽ സന്തോഷിക്കാം. ആ ഒരു അനുഭവത്തിന് വേണ്ടി പ്രത്യാശിക്കാം. ഈ ആഴ്ചയിലെ പാഠം നമ്മെ അതിനായിട്ട് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും വിശുദ്ധനുമായ ഞങ്ങളുടെ കർത്താവേ, സകലത്തെയും ഭരിക്കുകയും സകലത്തെയും സൃഷ്ടിക്കുകയും സകലത്തെയും വീണ്ടെടുക്കുകയും യഥാസ്ഥാനപ്പെടുത്തുകയും ചെയ്യുന്ന തമ്പുരാന് നല്ല പാഠം നൽകിയത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ കൃപയെയും സ്നേഹത്തെയും ധ്യാനിച്ചുകൊണ്ട്, അവിടുത്തെ സാക്ഷ്യങ്ങളിൽ ആനന്ദിച്ചുകൊണ്ട്, അവിടുത്തെ നിശ്ചയമുള്ള വഴികളിലൂടെയുള്ള നടത്തിപ്പ് പ്രാപിച്ചുകൊണ്ട് അടിയങ്ങൾക്ക് ഈ അന്ധകാരാവൃതമായ ലോകത്തിലെ പ്രകാശങ്ങളായി ജീവിക്കുവാൻ ഏഴകളെ അവിടുന്ന് സഹായിച്ചൊരുക്കണമേ. പാഠപഠനത്തിൽ പങ്കുചേർന്നിരിക്കുന്ന എല്ലാവരെയും അവിടുന്ന് കൃപയോടെ അനുഗ്രഹിക്കുമാറാകണമെന്ന് ഞങ്ങൾക്കായി വേഗം വരുന്ന യേശുവിന്റെ നാമത്തിൽ താഴ്മയായി ചോദിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ നല്ല പിതാവേ. ആമേൻ.